MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ഈ 2024-25 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ സീസൺ വളരെ നിരാശപ്പെടുത്തിയ ഒരു സീസൺ കൂടിയാണ്. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം നോക്കുമ്പോൾ 8 വിജയം മാത്രമേ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ 5 സമനിലയും 11 തോൽവിയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ സീസൺ വളരെ നിരാശപ്പെടുത്തി പോയത്. ബ്ലാസ്റ്റേഴ്സ് ഹോമിൽ 17 പോയിന്റ് നേടിയപ്പോൾ എവേ ഗ്രൗണ്ടിൽ 12 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിട്ടുള്ളത്. ഹോമിൽ ബ്ലാസ്റ്റേഴ്സ് 5 വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഹോമിൽ 2 സമനിലയും 5 തോൽവിയുമാണ് ഹോമിലെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിൻ്റെത്. എന്നാൽ എവേ ഗ്രൗണ്ടിൽ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം നോക്കുമ്പോൾ 3 വിജയവും 3 തോൽവിയും 3 സമനിലയും 6 തോൽവിയുമാണ്. ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോമിലെയും എവേയിലെയും പ്രകടനം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയതായി കൊണ്ടുവന്ന മിക്കാൽ സ്റ്റെറ എന്ന് പറഞ്ഞ കോച്ചിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആ കോച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് താൽക്കാലികമായി ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള TG പുരുഷോത്തമനോ അതുപോലെ തന്നെ റിസർവ് ടീമിന്റെ പരിശീലകനായിട്ടുള്ള തോമസ് ടോറസിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിനെ പരിശീലിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അവരുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല റിസൾട്ടുകളും ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മോശം പ്രകടനം കാഴ്ചവെച്ച ചില മേഖലകളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മേഖലയാണ് ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തേത് ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ മേഖലകളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ മോശം പ്രകടനം കാഴ്ചവെച്ചത്. മറുവശത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിക്കാർ കാഴ്ചവെച്ചിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിലെ കളിക്കാർ ഗോൾ നേടുമ്പോൾ ഡിഫൻസീവിലും ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റിലും മോശം പ്രകടനം കാരണം ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുകയായിരുന്നു. അങ്ങനെ എത്രയോ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ബ്ലാസ്റ്റേഴ്സ് ഇനി വരാനിരിക്കുന്ന സീസണിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഉറപ്പാണ്. അതിൽ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സെൻട്രൽ ബാക്ക് ആയിട്ട് ദുസാൻ ലക്കാച്ചറിനെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇതാ പുതിയ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല വന്നിരിക്കുകയാണ്. ഡേവിഡ് കാറ്റലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് 2 മത്സരമാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്, അതും സൂപ്പർ കപ്പിൽ. അതിൽ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതും ഈസ്റ്റ് ബംഗാൾ FC-യോടെ. രണ്ടാമത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാന്റെ 2ാം നിര ടീമിനോടായിരുന്നു കളിച്ചിരുന്നത്, അതും ഇന്നലെ. അതിലാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സൂപ്പർ കപ്പിൽ കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 2024-25 സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും കാണികൾ കുറഞ്ഞ മത്സരം. അതായത് ബ്ലാസ്റ്റേഴ്സ് വിട്ടുവിട്ടു പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കാണികൾക്കും നിരാശ. അങ്ങനെ കാണികൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വരാതിരിക്കുന്നു, ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെ നിഷേധിക്കുന്നു. കുറെ പ്രശ്നങ്ങൾ മാനേജ്മെന്റുമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉന്നയിച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് കോച്ചിനെ മാറ്റി പുതിയ കോച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ പുതിയ കോച്ചിന്റെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നിയന്ത്രിച്ച് കളി മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലത്തെ വീഡിയോകൾ വിടണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.